ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പം ദീപാവലി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു ഓപ്പണിംഗിലേക്ക് വരികയാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ ദീപാവലി ആഘോഷിച്ചെന്ന് കരുതുന്നു. മുഹൂർത്ത ട്രേഡിങ്ങിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള പിക്സ് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളും മുഹൂർത്ത ട്രേഡിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. സോ അതൊക്കെ ബേസിക്കലി ലോങ് ടേം വിഷനിൽ എടുത്ത കാര്യങ്ങളാണ്. അതെല്ലാം കൺട്രോൾഡ് ക്വാണ്ടിറ്റിയിൽ നമ്മളെടുത്ത് നമുക്കിനി കുറച്ച് കാലം ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പം കൂടുതൽ ടെൻഷൻ ആ കാര്യങ്ങളിൽ വേണ്ട. അത് മാർക്കറ്റിനെ വഴിക്ക് വിടുക. സോ അപ്പം നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യും. ശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് ആൻഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സും ബാങ്ക് നിഫ്റ്റി ലെവൽസും നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് മൈൽഡ്ലി ബുള്ളിഷ് അല്ല, മറിച്ച് മൈൽഡ്ലി നെഗറ്റീവ് ടു ഒരു ബെയറിഷ്നെസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. ബട്ട് ന്യൂട്രൽ ലെവലിൽ നിൽക്കാം. US മാർക്കറ്റ് തിരിച്ചു കയറാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. അത് പൊതുവെ അങ്ങനെയാണ് US മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത. അതിന്റെ സ്ട്രെങ്ത് തന്നെയാണ് US മാർക്കറ്റിന്റെ പ്രത്യേകതയുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിലും പല മാർക്കറ്റ്സുകളും നെഗറ്റീവിലാണ്. ആൻഡ് ലൈറ്റ്ലി ഒരു ചെറിയ ബുള്ളിഷ്നെസ് ചില സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഉണ്ടെന്നാണ് യൂറോപ്യൻ മാർക്കറ്റ് കൺസിഡർ ചെയ്തത്. മറിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 351 പോയിന്റ് സബ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. സോ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ടോട്ടലി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു എന്താ പറയാ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ എന്താ പറയാ, അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി പെർഫോം ചെയ്താലും മേ ബി നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ചെറിയൊരു പുൾ ബാക്ക് നമുക്ക് കാണാം. ബട്ട് സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് നോക്കിയിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്ലോസിംഗ് മുഹൂർത്ത ട്രേഡിംഗ് കഴിഞ്ഞിട്ട് 25,868 ലെവൽസിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 58,000 മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ ഒരു 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ പറയുക, മാർക്കറ്റ് ഒരു 25,990 എന്നുള്ള ക്രൂഷ്യൽ റേഞ്ച് നിൽക്കുകയാണ്. സോ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് സൈൻ കിട്ടുവാണെങ്കിൽ അത് 26,000 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് സൈൻ ആവും. മാർക്കറ്റിൽ കുറച്ചും കൂടെ ബയേഴ്സിന് എന്താ പറയുക ഒരു സ്ട്രാറ്റജിക്കലി പ്ലേസിംഗ് കിട്ടും. എവിടെയാണ് ഒരു 26,000 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ഇൻട്രാഡേ ലെവൽസ് ഇന്ന് ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല, മറിച്ച് ഇന്ന് മാർക്കറ്റ് പെർഫോം ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ബേസിക് ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് 25,680 ആൻഡ് 25,740 ആൻഡ് 25,580. ഇപ്പോൾ മാർക്കറ്റിന് ഈ ഏരിയാസ് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ടോട്ടലി ഈ 3 ഏരിയാസിൽ വന്ന് മാർക്കറ്റ് പ്ലേ ചെയ്ത് അപ്സൈഡ് പോയാൽ എൻ്റെ വ്യൂ ബുള്ളിഷ് തന്നെ ആയിരിക്കും. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഒരു നെഗറ്റീവ് ബയസിലേക്ക് ഇന്ന് നിഫ്റ്റിയിൽ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻട്രാഡേ ലെവൽസ് നമുക്ക് ഇന്ന് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും മുകളിലെ ലെവൽസ് ഞാൻ വരച്ചിട്ടുണ്ട് 26,140 ആൻഡ് 26,290. അപ്പോൾ ഈ റേഞ്ചാണ് എനിക്ക് മുകളിലോട്ടുള്ള ലെവൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റി പുതിയ ടെറിട്ടറിയിലേക്ക് പോവുകയാണ് അല്ലേ. ഇപ്പം മന്ത്ലി എടുത്ത് നോക്കിയാൽ അത് പുതിയ ടെറിട്ടറിയിലേക്ക് ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിക്കും എൻ്റെ ഒരു വ്യൂ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഇന്ന് മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് പോട്ടെ. ഈ ഒരു ഏരിയ 58,230 എന്നുള്ള റേഞ്ചിൽ മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാം. അതായത് മുഹൂർത്ത ട്രേഡിങ്ങിന്റെ അന്നത്തെ ഹൈയിൽ ഒരു എന്താ പറയുക ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെല്ലിംഗ് ഉണ്ടാവാം. അപ്പം മാർക്കറ്റ് പുതിയ ടെറിട്ടറിയിലേക്ക് കടക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മാർക്കറ്റിനെ ലൈവ് കണ്ട് തീരുമാനം എടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇൻട്രാഡേ ലെവൽസിൽ. അപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് 57,270 ആൻഡ് 56,800. അപ്പോൾ ഈ രണ്ട് ഏരിയാസ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ മേ ബി മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരികയാണെങ്കിൽ ഈ ഏരിയാസിൽ നിന്ന് അപ്സൈഡ് പോവുകയാണെങ്കിൽ ഒക്കെ ഞാൻ ബുള്ളിഷ് ബയാസ് തുടരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഏരിയ വരുന്ന ഈ വരെയൊക്കെ വരുന്ന ഒരു റീട്രേസ്മെന്റ് ഓക്കെ ആണ് എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസസ്, അതായത് പ്രധാനപ്പെട്ട സ്റ്റോക്സ് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ റിസൾട്ട് വരും. കുറച്ചധികം സ്റ്റോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറും, കോൾഗേറ്റ്, ലോറസ് ലാബ്, PTC ഇന്ത്യ, ടാറ്റ ടെലി സർവീസ്, ഫാബ്ടെക് ടെക്നോളജീസ്, ജംബോ ബാഗ്, ആന്ധ്ര സിമെന്റ്സ്, സാഗർ സിമെന്റ്സ്, സൗത്ത് ഇന്ത്യൻ പേപ്പർ മിൽസ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ഇത്രയും സ്റ്റോക്സിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നുണ്ട്. സോ ഇതിലൊക്കെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവരും ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇന്ന് കുറച്ച് എന്താ പറയുക സൂക്ഷിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യുക. അപ്പം റിസൾട്ട് വന്നതിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്തതിൽ ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇപാക് പ്രീഫാബിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റും റവന്യൂവും സോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപാക്കിനും ആൻഡ് ജെയിൻ റിസോഴ്സിന്റെ റിസൾട്ട് വന്നതിൽ, ക്വാർട്ടർലി റിസൾട്ട് വന്നതിൽ കുറച്ച് നല്ല എന്താ പറയുക പോസിറ്റീവ് ന്യൂസസ് ആണ് ഉള്ളത് നിലവിൽ. പിന്നെ ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ BEL ന്യൂസ് ആണ്. അത് ഞാൻ ഇന്നലെ വൈകിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. BELന് 633 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, പുതിയ ഓർഡർ. കൊച്ചിൻ ഷിപ്പ് യാർഡാണ് ഓർഡർ കൊടുത്തത്. അത് ബേസിക്കലി സെൻസേഴ്സിനും വെപ്പൺ എക്യുപ്മെന്റ്സിനും വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കൊടുത്തത് BELന്. ഓക്കെ,
പിന്നെ കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസിന് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് ONGC നിന്നാണ്. 358 കോടിയുടെ ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അത് റെഗുലർ UE ട്യൂബിങ്ങും PUP ജോയിൻസിന്റെയൊക്കെ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ DIB ലോകത്തിലെ ആദ്യ ഇസ്ലാമിക് ബാങ്ക് UAE-യിലുള്ളതാണ്. അപ്പോൾ അവർ ഒരു പാർട്ണർഷിപ്പും അനൗൺസ് ചെയ്തിട്ടുണ്ട് HCL ടെക്കുമായിട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാങ്കിങ്ങിന്റെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള. സോ HCL ടെക്കിന് ഒരു പോസിറ്റീവ് ന്യൂസ് നിലവിലുണ്ട്. പിന്നെ ഉള്ളത് NMDCക്കാണ്. അതവർ അയൺ ഓറിനുള്ള പ്രൈസ് റിവൈസ് ചെയ്തിട്ടുള്ള ന്യൂസ് നിലവിലുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിലാടെക്സ് ഇന്ത്യയാണ്. അവർ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് റെവ്തി ബിസിനസ് ആൻഡ് വേസ്റ്റ് വാട്ടർ കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ട്. സോ അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് അവർക്ക് ഇവിടെ കിടപ്പുണ്ട്. സോ ഇത്രയും ന്യൂസസ് ആണ് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പുതിയൊരു ദീപാവലിക്ക് ശേഷമുള്ള മാർക്കറ്റാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. സോ ഞാൻ കുറച്ചും കൂടെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ്സ് കണ്ടുപിടിക്കാനായിരിക്കും ഞാനിന്ന് നോക്കുന്നത്. എന്നാൽ എൻ്റെ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സിപ്ലയാണ്. സിപ്ല എൻ്റെ ഫോക്കസിലുണ്ട്. കാര്യം അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സിപ്ല കുറച്ച് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യുകയാണ്. അപ്പം കണ്ടാൽ അറിയാം, മൈന്യൂട്ട് ലെവലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിപ്ല നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് കഴിഞ്ഞ 3 ദിവസമായിട്ട് കാണുന്നുണ്ട്. സോ ഇതൊന്ന് കൂൾ ഓഫ് ചെയ്യുകയില്ലെന്ന് എനിക്കൊന്ന് അറിയണം. മേ ബി ഒരു പുൾ ബാക്ക് കിട്ടിയാൽ ഞാനൊരു എൻട്രി ഇതിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് സിപ്ല. കാര്യം നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ്, ഒരു ബേസിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 12% മൂവ്മെന്റ് തന്നിട്ട് നിൽക്കുകയാണ് സിപ്ല. സോ സിപ്ല എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലുണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സൈഡസ് വെൽനസ് ആണ്. സൈഡസ് വെൽനസ്സും എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചധികം സമയമായിട്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഈ സ്റ്റോക്കിന് ഇന്റൻഷൻ അപ്സൈഡ് പോകാനാണ്. സോ സൈഡസ് വെൽനസ് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ശേഷം ഓറിയൻടെക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട് പലവണയായിട്ട്. ഓറിയൻടെക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 400 വരെ റീടെസ്റ്റ് വരുമോ ഇല്ലെന്ന് നോക്കിയിരുന്നു, വന്നില്ല. ശേഷം മാർക്കറ്റ് ഒരു 473 റേഞ്ചിൽ ഹോൾഡ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓറിയൻടെക് കുറച്ചധികം ദിവസമായിട്ട് വാച്ച് ചെയ്യണം. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിന്റെ അവസ്ഥയെന്ന്. ശേഷം നിങ്ങളത് സൂചിപ്പിച്ചിരുന്നു ഉഷ മാർട്ടിനും ഈ ഒരു മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ 488 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിന് ശേഷം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഓറിയൻടെക്. ഓക്കെ, ഇത്രയും സ്റ്റോക്സ് ആണ് നിലവിലുള്ളത്. കൂടുതൽ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ. കാര്യം പുതിയ ടെറിറ്ററിയിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ലൈവ് മാർക്കറ്റിലായിരിക്കും ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പം വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് സെഷനുമായിട്ട് കാണാം. താങ്ക്